സ്വാഗതം. ലൈവ് അറ്റ് 6 തലക്കെട്ട്. എസ് ശ്രീജിത്തിനെ DGP ആക്കിയതിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി. ആരോപണം നേരിടുന്നയാൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ എന്താണ് തിടുക്കമെന്ന ചോദ്യം. നടപടി ചട്ടവിരുദ്ധം. ADGPയെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ വിജിലൻസ് ക്ലിയറൻസ് വേണ്ടയെന്നും കോടതി. ശബരിമല നെയ് വിവാദത്തിൽ പ്രതികരണവുമായി മിൽമ ചെയർമാൻ. മിൽമ നെയ് വേണ്ടെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടില്ലെന്ന് KS മണി. നടക്കുന്നത് മിൽമയെ കരിവാരിത്തേക്കാൻ ശ്രമം. ഓർഡർ കിട്ടാത്തവരുടെ കുൽസിത പ്രവർത്തനമാണ് നടക്കുന്നതെന്നും KS മണി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പ്രതികൾക്ക് ജാമ്യം. വധശ്രമം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്നും പ്രതികൾ 67 ദിവസമായി ജയിലിലാണെന്നും കോടതി. കേസിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കോടതിയുടെ നിരീക്ഷണം. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കരുതെന്ന് മുഖ്യമന്ത്രി. ആറന്മുള ക്യാമ്പിലെ സ്ത്രീയെ കൊണ്ട് സംസാരിപ്പിച്ചത് CPM ഏരിയ സെക്രട്ടറി. ആറന്മുളയിൽ എന്തായത് ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ച് അവിടെ മീഡിയകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കറക്റ്റ് പറഞ്ഞു ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. കുത്തിത്തിരിപ്പ്. വിരുന്ന് വിവാദത്തിലും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഭക്ഷണം കഴിച്ചതിൽ പോലും ഹീനമായ മര്യാദകേടാണ്. എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത്. ഹെലികോപ്റ്റർ വിവാദത്തിലും വിശദീകരണം. ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തതുകൊണ്ട് ഖജനാവിന് 1 രൂപ പോലും നഷ്ടമില്ലെന്നും മുഖ്യമന്ത്രി. മഴക്കെടുതിക്ക് ശമനമില്ല. കൊല്ലവും തിരുവനന്തപുരവും ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 15 മരണം, 7 പേരെ കാണാതായി. 316 ക്യാമ്പുകളിലായി 10,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തുണ്ടായത് മിന്നൽ പ്രളയമെന്ന് മുഖ്യമന്ത്രി. കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ടായിരുന്നില്ല. ഡാമുകളിൽ നിന്നും വെള്ളമൊഴുക്കുന്നുവെന്ന് പ്രചരണം തെറ്റ്. മുന്നറിയിപ്പ് കിട്ടാത്തതുകൊണ്ട് ആളുകളെ ഒഴിപ്പിക്കാൻ സമയം കിട്ടിയില്ലെന്നും മുഖ്യമന്ത്രി. ക്യാമ്പുകളിൽ മരുന്നുകളുടെ ക്ഷാമമില്ലെന്ന് മന്ത്രി K മുരളീധരൻ. പത്തനംതിട്ടയിൽ സ്ഥിതി ഗുരുതരം. പമ്പയാറിൽ ജലനിരപ്പ് ഉയരുന്നു. മൂഴിയാർ ഡാം തുറന്നു. കോഴഞ്ചേരി റാന്നി പഞ്ചായത്തുകളിൽ വലിയ വെള്ളക്കെട്ട്. കോട്ടയത്ത് എഴുന്നേറ്റ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. മീനച്ചിലാർ ഏതാണ്ട് കര കവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇത് റോഡും ഈ പുഴയും തമ്മിൽ യാതൊരു അകലവുമില്ലാത്ത നിലയിലേക്കാണ്. വളരെ ഉള്ളിൽ കുറച്ചുകൂടെ താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വള്ളത്തിലൊക്കെയാണ് ആളുകളെ കൊണ്ടുവരുന്നത്. നേരത്തെ സാധനങ്ങളൊക്കെ എത്തിച്ചു. അങ്ങനെ പാലക്കാട് നെല്ലിയാമ്പതി ചുരത്തിൽ KSRTC ബസ് മറിഞ്ഞ് 2 മരണം. 72ഓളം പേർ ഉണ്ടായിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടത് നെല്ലിയാമ്പതിയിൽ നിന്നും വരുന്ന വഴി. മലപ്പുറം കാരായിത്തോട് നാടുകാണി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു. TV ക്യാമറാമാന് പരിക്ക്. കോഴിക്കോടും മലപ്പുറത്തും വീടുകൾ തകർന്നു. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു. മലങ്കര, കല്ലാർകുട്ടി, പാമ്പള ഡാമുകൾ റെഡ് അലർട്ടിൽ. മലങ്കര, കല്ലാർകുട്ടി, പാമ്പള ഡാമുകൾ തുറന്നു. കക്കയം ഡാം തുറന്നതിനെ തുടർന്ന് കുറ്റ്യാടിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയരുന്നു. മുതലപ്പുഴയിൽ നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. പൂന്തുറ, പനത്തുറ ഭാഗങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് കടലിൽ പരിശോധന. കൊല്ലത്ത് കാണാതായ 2 മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതശരീരം കിട്ടി. വിലക്ക് ലംഘിച്ച് ഇന്നും 30ഓളം വള്ളങ്ങൾ കടലിൽ പോയതായി അധികൃതർ. മഴയെ തുടർന്ന് ആറന്മുള വള്ളസദ്യ ഒഴിവാക്കി. വേണ്ടെന്ന് വെച്ചത് നാളെയും മറ്റന്നാളും നടത്താനിരുന്ന സദ്യ. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായുള്ള വള്ളസദ്യകളും മാറ്റി. ബുക്ക് ചെയ്തവർക്ക് പകരം തീയതികളിൽ സദ്യ നടത്തും.
ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ച കെ രതീഷ്. നടപടി കശുവണ്ടി അഴിമതി കേസ് വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെ രാജി ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി. ജൻസികളുമായി സംവദിക്കാൻ RSS തലവൻ മോഹൻ ഭാഗവത് 2000 കുട്ടികളുമായി ആശയവിനിമയം നടത്തും. സംവാദം വ്യാഴാഴ്ച മുംബൈയിൽ. ഗുസ്തി താരങ്ങളുടെ ലൈംഗികാതിക്രമ പരാതിയിൽ ബ്രിജ്ഭൂഷൺ കുറ്റവിമുക്തൻ. കോടതി നടപടി ദില്ലി വിചാരണ കോടതിയുടേത്. ബ്രിജ്ഭൂഷണെതിരെ പരാതി നൽകിയത് 6 താരങ്ങൾ. ഇറാനുമായി ഇന്ന് പുതിയ ചർച്ചകൾ ആരംഭിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. കരാറിന് കൃത്യമായ സമയപരിധി പറയാതെ ട്രംപ്, പ്രതികരിക്കാതെ ഇറാൻ. ഏഷ്യൻ വിപണിയിൽ ആഗോള എണ്ണവിലയിൽ ഇടിവ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 4.5% കുറഞ്ഞ് $83.98 തോരാമഴ. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കൊപ്പം മഴക്കെടുതിയും രൂക്ഷമാവുകയാണ്. ഇന്ന് 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴിച്ചുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മഴയുടെ പശ്ചാത്തലത്തിൽ തീരദേശത്തും മലയോര മേഖലയിലും അതീവ ജാഗ്രത തുടരുകയാണ്. മലപ്പുറം കാരത്തോട് നാടുകാണി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു. പാണക്കാട് എടായിപ്പാലത്താണ് സംഭവമുണ്ടായത്. കനത്ത മഴയും മഴക്കെടുതിയും കണക്കിലെടുത്ത് മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് മഴക്കെടുതിയുടെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ്. പത്തനംതിട്ടയിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. മൂഴിയാർ ഡാം തുറന്നു. റാന്നി, കോഴഞ്ചേരി താലൂക്കുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. പലരും വീട് വിട്ടുപോകാൻ തയ്യാറാവാത്തത് പുതിയ പ്രതിസന്ധിയാണ്. ആറന്മുള, കോഴഞ്ചേരി താലൂക്കിൽ അതീവ ജാഗ്രത തുടരുകയാണ്. അപ്പർ കുട്ടനാട് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു. കുറ്റൂർ, പെരിങ്ങര, നെടുമ്പ്രം, നിരണം, കടപ്ര മേഖലകളിലെ വീടുകൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ശബരിമല പാതയിൽ മണ്ണിടിഞ്ഞു. മീനച്ചുലാറ്റിൽ വെള്ളം പൊങ്ങിയതോടെ ആർപ്പൂക്കര അടക്കമുള്ള ഇടങ്ങളിൽ വെള്ളം കയറിയ സാഹചര്യമാണ്. തിരുവല്ലയിൽ കൂടുതൽ ആളുകൾ ക്യാമ്പിലുണ്ടെന്ന് മന്ത്രി PC വിശ്വനാഥ് പറയുന്നു. അതിതീവ്ര മഴയെന്ന മുന്നറിയിപ്പ് ശരിയായിരുന്നുവെന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. വെതർ ഫോർകാസ്റ്റ് കറക്റ്റ് ആയിരുന്നു. അതിതീവ്ര മഴ രാത്രിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലെയൊന്നും രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. കാരണം രാത്രി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മഴ ഭീകരമാവുകയും വീടിന് ചുറ്റും വെള്ളം നിറയുകയും ചെയ്തപ്പോൾ അവരെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരാനുള്ള കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. അതെല്ലാം ഇടപെട്ടു, അറ്റൻഡ് ചെയ്തു. പരമാവധി ആളുകളെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും പ്രയാസമുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാമ്പിലുള്ളതും തിരുവല്ലയിലാണ്. അപ്പോൾ തിരുവല്ലയിലെ ആളുകളെ വീട്ടിൽ നിന്നും മാറ്റാൻ ടോറസ് വണ്ടികൾ വേണമെന്നൊരു ആവശ്യം രാവിലെ അവിടുത്തെ MLA പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ടോറസ് വാഹനങ്ങൾ അവിടേക്ക് കൊടുത്തു. NDRFിൻ്റെ കൂടുതൽ സംഘം, ഇപ്പോൾ 30 അംഗ ടീം ആറന്മുളയ്ക്ക് പോയിട്ടുണ്ട്. 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ കൊല്ലത്ത് നിന്ന് ആറന്മുളയിലേക്ക് യാത്ര തിരിച്ച് അവരധികം സമയം വൈകാതെ ഇവിടെ എത്തും. ഇതെല്ലാം ഇന്നലെ രാത്രിയിൽ കണ്ട അസാധാരണമായ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള മുന്നൊരുക്കങ്ങളാണ്. 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ ഇപ്പോൾ കൊല്ലത്ത് നിന്നും വാടി കടപ്പുറത്തു നിന്നും ആറന്മുളയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിവിടെ ഈ
തൊട്ടടുത്തുള്ള നമ്മുടെ ദേവാലയത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ അവരെ എല്ലാം യഥാസമയം നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കാവുന്ന രൂപത്തിൽ അവിടെ സജ്ജരാക്കി നിർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. മന്ത്രി സൂചിപ്പിക്കുന്നത് പോലെ ആറന്മുളയിലെ രക്ഷാപ്രവർത്തനത്തിന് കൊല്ലത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികളും കളത്തിലിറങ്ങുകയാണ്. അതേസമയം കോട്ടയത്ത് ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരിച്ചു. അയർക്കുന്നം സ്വദേശി ജിൻഡോ മാത്യു ആണ് മരിച്ചത്. കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖല വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഇടവിട്ടുള്ള ശക്തമായ മഴ മലയോര മേഖലയിൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ചേർത്തല, കുമരകം, കോട്ടയം റൂട്ടിൽ വെള്ളം കയറിയതോടെ ഗതാഗതം നിരോധിച്ചു. വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി, മലങ്കര, കല്ലാർകുട്ടി, പാംബ്ള ഡാമുകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലങ്കര, കല്ലാർകുട്ടി, പാംബ്ള ഡാമുകൾ തുറന്നുവിട്ടിട്ടുമുണ്ട്. കോഴിക്കോട് നേരിയ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. കണ്ണാടിക്കൽ ഭാഗത്തു നിന്നും ആളുകളെ മാറ്റി. കക്കയം ഡാം തുറന്നതിനെ തുടർന്ന് കുറ്റ്യാടിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ വീട് ഭാഗികമായി തകർന്നു വീണു. കുടുംബത്തെ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വയനാട് മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും വയനാട്ടിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. മാനന്തവാടിയിലും പനമരത്തും വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ കാണാതായ രണ്ടാമത്തെ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. മലപ്പുറം കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്നു. ജില്ലയിൽ 7 ക്യാമ്പുകളിലായി 10 പേരെ മാറ്റിപ്പാർപ്പിച്ചു. എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 34 കുടുംബങ്ങളിലായി 102 ആളുകളെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ആലപ്പുഴ AC റോഡിലും വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു എന്നതാണ് AC റോഡിലെയും സാഹചര്യം. പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഇനി ഇത് സംബന്ധിച്ച് ഇന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. സംസ്ഥാനത്ത് മഴക്കെടുതി മൂലമുള്ള സ്ഥിതി നിയന്ത്രണ വിധേയമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മിന്നൽ പ്രളയമാണ് ഉണ്ടായത്. വനത്തിനുള്ളിൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ 15 പേരാണ് മരിച്ചത്. 7 പേരെ കാണാതായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ മാത്രമാണ് ചില പ്രശ്നങ്ങളുള്ളത്. കൊല്ലത്ത് നിന്നും 14 ബോട്ട് രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പറയുന്നു. 2 ഹെലികോപ്റ്ററും NDRF ടീമും ഫയർഫോഴ്സും സജ്ജമാണ്. ഭക്ഷണ പാക്കറ്റുകൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട്. 11,018 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. 165 ഹെക്ടറിലാണ് കൃഷിനാശമുണ്ടായതായാണ് പ്രാഥമിക റിപ്പോർട്ടെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. ഇതുവരെ 15 പേര് മരിച്ചതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. മിസ്സിങ് ഉള്ളത് 7 പേരാണ്. ഇതുവരെ നമുക്ക് കിട്ടിയ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് 164.98 165 ഹെക്ടർ സ്ഥലത്ത് കൃഷിയാണ് നശിച്ചിട്ടുള്ളതെന്ന് പ്രാഥമിക റിപ്പോർട്ടാണ്. കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുള്ള ബോട്ടുകൾ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ എത്തിച്ചിട്ടുണ്ട്. സുളൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFൻ്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള പോലീസ് സേനയും ആവശ്യമായിട്ടുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങളുമുണ്ട്. ഭക്ഷണം ഹെലികോപ്റ്ററിൽ നിന്ന് വിതരണം ചെയ്യാനോ അല്ലാതെ വിതരണം ചെയ്യാനുള്ള പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ സഹായമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മരിച്ചവരുടെ സംസ്കാരത്തിനായി 10,000 രൂപ നൽകും. ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് എത്തുമ്പോൾ 1000 രൂപ വീതം നൽകും. സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സഹായം 10 ലക്ഷത്തിൽ നിന്നും 12 ഉയർത്തിയിട്ടുമുണ്ട്. കൃഷിനാശത്തിനുള്ള സഹായം വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മൾ ഈ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തിരമായി 10,000 രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ഒരു കാർഡിൽ നിന്ന് 2 പേർക്ക് 300 രൂപ വീതം. അപ്പോൾ ഇത് നിൽക്കുന്നത് വരെ
അവർക്കൊരു ധനസഹായമായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മരിച്ചവർക്ക് കിട്ടുന്നത് SDRF നിന്ന് 4 ലക്ഷം രൂപ, CMDRF നിന്ന് 2 ലക്ഷം രൂപ, പിന്നെ PMNRF നിന്ന് 2 ലക്ഷം രൂപ, അങ്ങനെ 8 ലക്ഷം രൂപയാണ് മരിച്ചവർക്കുള്ള ധനസഹായം. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് നേരത്തെ കൊടുത്തിരുന്നത് 4 ലക്ഷം രൂപയാണ്, അത് 6 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ നേരത്തെ 10 ലക്ഷമായിരുന്നത് 12 ലക്ഷമാക്കി. നേരത്തെ 4 ലക്ഷം വീട് വയ്ക്കാൻ കൊടുത്തിരുന്നത് നമ്മൾ 6 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. കാരണം ഈ വീടിൻ്റെ മെറ്റീരിയൽസിനൊക്കെ വില കൂടി. ഇത് പണ്ടെങ്ങാണ്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന റേറ്റാണ്, ആദ്യമായിട്ടാണ് ഇത് കൂട്ടുന്നത്, ഇപ്പോൾ കൂട്ടുന്നത്. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നുവെന്ന വ്യാജ പ്രചരണത്തിനെതിരെ മുഖ്യമന്ത്രി ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴെ തന്നെ നിൽക്കുകയാണ്, അനാവശ്യ പ്രചരണമാണ് നടക്കുന്നത്. ജനങ്ങൾക്ക് ആശങ്ക വേണ്ട, ജലസംഭരണികളിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്നത് എന്ന പ്രചരണം നടക്കുന്നുണ്ട്. വ്യാജ പ്രചരണത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴല്ല കുത്തിത്തിരിപ്പ് നടത്തേണ്ടതെന്നും മുഖ്യമന്ത്രി വിമർശനമുണ്ട്. അണക്കെട്ടുകൾ, പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് വളരെ താഴെയാണ്. ജനങ്ങളുടെ ഇടയിൽ യാതൊരു ഉത്കണ്ഠയ്ക്കും അവകാശമില്ല. തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പ്രചരിക്കുകയാണ്. ഞാൻ പറയാം, ഇടുക്കിയിൽ ജലസംഭരണിയിലെ 38.91% ഉള്ളൂ വെള്ളം. ഇടമലയാറ് 46.64%. ബാണാസുര സാഗറിൽ 52.9%. കക്കിയിൽ 44.82%. കല്ലടയിൽ 45% ഉള്ളൂ. മലമ്പുഴയിൽ 35% ഉള്ളൂ. പീച്ചിയിൽ 34% ഉള്ളൂ. അപ്പോൾ ജലസംഭരണികളിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്നു എന്ന് പറയുന്ന വ്യാപകമായ തെറ്റായ വാർത്തയാണ്. അതിനെതിരായി കർശനമായ നടപടികൾ സ്വീകരിക്കും. കാരണം ജനങ്ങളിൽ ഉത്കണ്ഠ പരത്തുന്ന തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴക്കെടുതി നേരിടുന്നതിൽ ഏകോപനമില്ലായ്മ എന്ന വിമർശനം അടിസ്ഥാനരഹിതമാണ്. മഴയിൽ 4,80,000-ലേറെ വൈദ്യുതി കണക്ഷനുകൾ തകരാറിലായിട്ടുണ്ട്. 92% പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ KSEBിക്ക് വലിയ നഷ്ടമുണ്ടായി. ഇടുക്കി ഡാമിൽ നിലവിൽ 40% സംഭരണ ശേഷി. കഴിഞ്ഞ വർഷം ഇത് 73%. സണ്ണി ജോസഫ്. മുന്നറിയിപ്പുകൾ ഏതാണ്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത്ര കണ്ട് പ്രതീക്ഷിക്കാനുള്ള മുന്നറിയിപ്പ് നമുക്ക് കിട്ടിയില്ല. കാലാവസ്ഥാ മുന്നറിയിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെത് കിട്ടിയിട്ടില്ല എന്നാണ് അവരുടെ മറുപടിയും പറഞ്ഞത്. കേരളത്തിലൊട്ടാകെ 4,80,614 കണക്ഷനുകളാണ് തകരാറായത്. അതിൽ 92% അത് പുനഃസ്ഥാപിക്കാൻ സാധിച്ചു. 4,40,000 കണക്ഷനുകൾ, വൈദ്യുതി കണക്ഷനുകൾ പുനഃസ്ഥാപിച്ചു. 35,118 കണക്ഷനുകൾ ഇനി പുനഃസ്ഥാപിക്കുക. കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം സർക്കിളിൻ്റെ കീഴിലാണ്. ശ്രീകണ്ഠപുരം സർക്കിളിന് കീഴിൽ വരുമ്പോൾ പയ്യന്നൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ചെറുപുഴ പോലുള്ള പ്രദേശം, ഇരിട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കീഴിലുള്ള ഈ മലയോര പ്രദേശത്താണ് കൂടുതലായിട്ട് വൈദ്യുതി തകരാറുകൾ സംഭവിച്ചു, നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അത് പരിഹരിക്കാനുള്ള നടപടികൾ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് പൂർണ്ണമായിട്ടും നല്ല നിലയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയിലിപ്പം 40% ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഈ കാലത്ത് 73%. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മരുന്നുകളുടെ ക്ഷാമമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കുന്നു. സർക്കാരിന് പരാതികൾ ലഭിച്ചിട്ടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. അത് എല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ലോക്കൽ ബോഡി അനുസരിച്ച് വേസ്റ്റ് മാനേജ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തു എന്നാണ് മന്ത്രി എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ആവശ്യത്തിലുള്ള മരുന്നുകളൊക്കെ എത്തിച്ചിട്ടുണ്ട് ക്യാമ്പിൽ. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കനത്ത മഴയെ തുടർന്ന് ആറന്മുള വള്ളസദ്യ പൂർണ്ണമായും ഒഴിവാക്കി. നാളെയും മറ്റന്നാളുമുള്ള വള്ളസദ്യകളാണ് പൂർണ്ണമായും ഒഴിവാക്കിയത്. KSRTCയുടെ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായുള്ള വള്ളസദ്യകളും ഒഴിവാക്കിയിട്ടുണ്ട്. ബുക്ക് ചെയ്തവർക്ക് പകരം തീയതി പിന്നീട് തീരുമാനിക്കും. തിരുവനന്തപുരം ആര്യനാട്ടിൽ കുടിവെള്ളക്കിണർ ഇടിഞ്ഞു താണു. ഉഴമലയ്ക്കൽ ചന്ദ്രാലയത്തിൽ അനൂപിന്റെ വീടിന് സമീപമുള്ള കുടിവെള്ളക്കിണറാണ് ഇടിഞ്ഞു താണത്. കിണറിനുള്ളിൽ നിന്ന് അസാധാരണമായ ശബ്ദം കേട്ടതായി വീട്ടുകാർ പറയുന്നു. തുടർന്ന് കിണർ പൂർണ്ണമായും ഇടിഞ്ഞു താഴുകയായിരുന്നു. എസ് ശ്രീജിത്തിനെ DGP-ആയി സ്ഥാനക്കയറ്റം നൽകിയതിൽ കടുത്ത വിമർശനം ഉയർത്തുന്നു ഹൈക്കോടതി. ആരോപണം നേരിടുന്നയാൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ എന്താണ് തിടുക്കമെന്നാണ് കോടതിയുടെ ചോദ്യം. സ്ഥാനക്കയറ്റം ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നാണ് കോടതി വിമർശിച്ചത്. ADGP-യെ DGP-ആയി നിയമിക്കുമ്പോൾ വിജിലൻസ് ക്ലിയറൻസ് വേണ്ടയെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചു. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രതിയായ KA രതീഷ് ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു.
റൂട്രോണിക്സ് MD സ്ഥാനവും നഷ്ടമാകും. മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെട്ടിരുന്നു. രതീഷ് സ്ഥാനത്ത് തുടരുന്നതിൽ ഹൈക്കോടതിയും വിമർശനം ഉന്നയിച്ചിരുന്നു. 600 കോടിയുടെ കശുവണ്ടി ഇറക്കുമതി കേസിൽ പ്രതിയാണ് രതീഷ്. പ്രത്യേക ദുഷ്ടലക്ഷ്യത്തോടെയുള്ള നീക്കമാണ് തനിക്കെതിരെ നടക്കുന്നതെന്നും കോടതിയെ സമീപിക്കുമെന്നാണ് രതീഷ് ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പ്രതികൾക്ക് ജാമ്യം. ഉപാധികളോടെയാണ് ഹൈക്കോടതി ഇവർക്ക് ജാമ്യം നൽകിയത്. കേസിൽ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. എന്നാൽ വധശ്രമം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ല. പ്രതികൾ 67 ദിവസമായി ജയിലിലാണെന്ന കാര്യവും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. വിചാരണ കോടതി മാറ്റിയ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ ഭാര്യ ജസിയല ഹൈക്കോടതിയെ സമീപിച്ചു. തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്താണ് ഈ ഹർജി. പ്രതിഭാഗം അഭിഭാഷകന്റെ താൽപര്യപ്രകാരമാണ് കോടതി മാറ്റം. വിചാരണ നീതിപൂർവ്വം നടക്കുമോ എന്നതിൽ ആശങ്കയുണ്ടെന്നും ബഷീറിന്റെ ഭാര്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. മിൽമ നെയ് വേണ്ടെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടില്ലെന്നാണ് മിൽമ ചെയർമാൻ KS മണി ഇന്ന് പ്രതികരിച്ചത്. മിൽമയെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഓർഡർ കിട്ടാത്തവരുടെ കുൽസിത പ്രവർത്തനമാണ് നടക്കുന്നതെന്നും നല്ല നെയ്യാണ് ശബരിമലയിൽ കൊടുത്തതെന്നും KS മണി. ഹെലികോപ്റ്റർ യാത്രാ വിവാദത്തിലും ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടായിട്ടുണ്ട്. ഹെലികോപ്റ്റർ താൻ ഉപയോഗിച്ചതിൽ പേരിൽ സർക്കാരിന് 1 രൂപ പോലും നഷ്ടമുണ്ടായിട്ടില്ല. പഴയ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്നതിൽ താൻ പരാതി പറഞ്ഞിട്ടില്ല. എന്നാൽ പിണറായി പാർട്ടി പരിപാടിക്കായി ഹെലികോപ്റ്ററിൽ യാത്ര പോയി. താൻ പോയത് സ്വകാര്യ യാത്രയ്ക്കല്ല, പകരം ഇൻവെസ്റ്റ്മെന്റ് മീറ്റിനാണ്. സംസ്ഥാനത്തിന് ഗുണകരമായ ഇൻവെസ്റ്റ്മെന്റിനാണ് താൻ പോയത്. അവർക്ക് അത്യാവശ്യമായി ഡൽഹിക്ക് തിരിച്ചു പോകേണ്ടതുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഹെലികോപ്റ്ററിൽ പോയത്. എന്നാൽ ആരാണ് നിക്ഷേപകൻ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ VD സതീശൻ തയ്യാറായി. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും സർക്കാരിന് അധിക ചിലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. മുഖ്യമന്ത്രിയുടെ വിവാദ ഹെലികോപ്റ്റർ വിഷയത്തിൽ അദ്ദേഹത്തിന് പ്രതിരോധമുയർത്തി ഇതുവരെ രംഗത്ത് വന്നിരിക്കുന്നത് K മുരളീധരൻ മന്ത്രി മാത്രമാണ്. ഇന്നും അദ്ദേഹത്തെ ന്യായീകരിച്ചു രംഗത്ത് വന്നു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് ഔദ്യോഗിക ആവശ്യത്തിനാണ്. പോകുന്ന വഴിയിൽ തൻ്റെ ഭാര്യാപിതാവിനെ കണ്ടതാണ്. കണ്ടില്ലെങ്കിൽ തിരിഞ്ഞു നോക്കിയില്ലെന്ന് നിങ്ങൾ തന്നെ പറയുമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഹെലികോപ്റ്റർ ആവശ്യത്തിന് ഉപയോഗിക്കാം. ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് സ്വന്തം ആവശ്യത്തിനല്ല. അദ്ദേഹം പോയ സമയത്താണ് അദ്ദേഹത്തിന്റെ ഫാദറിനോനെ പോയി കണ്ടു. അദ്ദേഹം സീരിയസ് ആയി കിടക്കുമ്പോൾ പോയി കണ്ടു. ഏതാണ് പരിപാടി ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് ഔദ്യോഗിക പരിപാടിക്ക് പോയപ്പോൾ ഭാര്യാപിതാവിനെ കണ്ടു. അതൊരു ഒരു മര്യാദയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയുക തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയും. വിരുന്ന് വിവാദത്തിൽ വിശദീകരണവുമായി ഇന്ന് മുഖ്യമന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട്. വിരുന്നിൽ പങ്കെടുത്തുവെന്ന് അപവാദ പ്രചരണം നടത്തുകയാണ്. ഭക്ഷണം കഴിക്കുന്ന പടം എടുത്ത് പുറത്തു നൽകുന്നത് ഹീനമാണ്. താൻ പോയത് സൽക്കാരത്തിനല്ല, 3 മണിക്കാണ് ഭക്ഷണം കഴിച്ചത്. എന്ത് ഔചിത്യക്കുറവാണ് ഇക്കാര്യത്തിലുള്ളതെന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്ത് ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിന്? അല്ലത് ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്! എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നു. അല്ലല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറ. അല്ല, ഇതിനൊന്നും മറുപടി പറ. എന്ത് ഔചിത്യക്കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? മുഖ്യമന്ത്രി മലപ്പുറത്ത് വിരുന്നിൽ പങ്കെടുത്ത സംഭവത്തിൽ വിശദീകരണവുമായി മന്ത്രി സണ്ണി ജോസഫും രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഔദ്യോഗികമായി ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇതിനെ തെറ്റായി കാണുന്നത് ദുഷ്ടമനസ്സുള്ളവരാണെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം VD സതീശനെ പരിഹസിച്ച് P രാജീവ് രംഗത്ത് വന്നു. തീവ്ര മഴ പെയ്യുമെന്ന് അലർട്ടുള്ളപ്പോൾ കൂളായി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു മന്ത്രി എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഇങ്ങനെ കൂളായി നിൽക്കണമെന്ന സന്ദേശം കൊടുക്കാനാണോ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസം.
കേരളത്തിലെ പ്രമുഖ ആഭരണ ബ്രാൻഡായ ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കൊച്ചിയിലെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. 15,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ ഒരുക്കിയിരിക്കുന്ന പുതിയ ഷോറൂമിൽ സ്വർണം, വജ്രം, ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സംവിധാനവും ഉൾപ്പെടെ മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകുന്ന രീതിയിലാണ് ഷോറൂം സജ്ജീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 50 ദിവസം പണിക്കൂലിയിൽ 50% കുറവും ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 20,000 രൂപയുടെ ഡിസ്കൗണ്ടും നൽകുന്നു. തിരുവല്ല രാമഞ്ചിറയിൽ ഭീമ ജുവൽസിന്റെ പുതിയ ഷോറൂം തുറന്നു. 10,000 ചതുരശ്ര അടിയിലാണ് വർണ്ണാഭമായ ആഭരണ ലോകം. പുതിയ ഡിസൈനുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ, സോളിറ്റയർ കളക്ഷനുകൾ, പരമ്പരാഗത സ്വർണ്ണാഭരണങ്ങൾ, ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം ഇവിടെയുണ്ട്. വധൂവരന്മാർക്കായി പ്രത്യേകം സജ്ജീകരിച്ച പരിണയ വെഡ്ഡിംഗ് ഫ്ലോറാണ് ഷോറൂമിന്റെ പ്രധാന ആകർഷകമെന്ന് ബിന്ദു മാധവും അഭിഷേക് ബിന്ദു മാധവും പറഞ്ഞു. വർഗീസ് മാമൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ എസ് ലേഖ, പ്രമുഖ ചലച്ചിത്ര താരം അതിഥി രവി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്വർണ്ണവെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,220, പവന് 1,05,760. 18 ക്യാരറ്റ് 10,860, പവന് 86,880. വെള്ളി ഗ്രാമിന് 235, കിലോഗ്രാമിന് 2,35,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പൂർണ്ണമാവുന്നു.